തിരിച്ചു വരൂല എന്ന് അനുമാനിക്കുന്നവരും എന്റെ മുന്നിലുണ്ടാകും. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടു വിളിയെ സംബന്ധിച്ചുമല്ല അള്ളാഹു വിളിക്കുന്നു എന്ന വിഷയം ഞാൻ പറയാൻ പോകുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗം. ആ സുഖലോലുപ സ്വർഗത്തിൽ ആദ്യമായിട്ട് അള്ളാഹു തആല സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദം നബിക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു കൊടുത്തു. ഭക്ഷണം, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം അള്ളാഹു ചെയ്തു കൊടുത്തു. പക്ഷെ ഒന്നിന്റെ കുറവുണ്ടായിരുന്നു. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഒരു സ്ത്രീയുടെ കുറവ്, ഒരു ഇണയുടെ കുറവുണ്ടായിരുന്നു. അള്ളാഹു അതുമങ്ങ് പരിഹരിച്ചു. അള്ളാഹു ഫുഡ് കൊടുത്തു, അക്കോമഡേഷൻ കൊടുത്തു. അതുപോലെ തന്നെ തന്റെ സന്തോഷവും സന്താപവും പങ്കുവെക്കാനുള്ള ഒരു ഇണയെയും അള്ളാഹു തആല കൊടുത്തു. ഇവർ രണ്ടുപേരെയും സ്വർഗത്തിൽ ധാരാളം കഴിച്ച് ഭോജിച്ച് സുന്ദരമായി സ്വർഗത്തിൽ കഴിയാൻ അള്ളാഹു തആല അനുവാദവും കൊടുത്തു. എന്നിട്ട് അള്ളാഹു വെച്ച ഒറ്റ ഡിമാൻഡാണ്, ധാരാളം നിങ്ങൾ കഴിക്കണം, ഇഷ്ടംപോലെ കഴിക്കാം, പക്ഷേ നിങ്ങൾ ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല. അത് പറിച്ച് കഴിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഗൗരവത്തോടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അള്ളാഹു തആല കൽപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയിൽ നിന്നൊരു ചെറിയ തെറ്റ് സംഭവിച്ചു. ഉലമാക്കൾ ഇരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചെറിയ ബുദ്ധിയിൽ സംശയമുണ്ടായേക്കാം, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് തെറ്റ് ചെയ്യുമോ എന്ന്. പക്ഷേ ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ, ചില അടുപ്പമുള്ളവരിൽ നിന്ന് ചില കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. അയൽവാസിയായ സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടിയാൽ നമുക്ക് വിഷമമുണ്ടാവൂല. പക്ഷേ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ആർക്കെങ്കിലും ഒരു ചെറിയ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. എന്തുകൊണ്ടാണ്? ചെറിയ നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കൂല. അതുപോലെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ മഹാനായ ആദം നബിക്ക് പറ്റിയത് എന്ന് ഉലമാക്കൾ അഖീദയുടെ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കൂല. ഏതായിരുന്നാലും അല്ലാഹു തആല രണ്ടുപേരെയും പുറത്താക്കി. ആ പുറത്താക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണക്കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ ആ സുഖലോലുപ സ്വർഗത്തിൽ രണ്ട് വ്യക്തികളും മാത്രമാണെന്നുള്ളത്. ഒന്ന് ആദം, രണ്ടാമത്തത് ഹവ്വ. ആ രണ്ടുപേരെയും അല്ലാഹു പുറത്താക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്തായിരുന്നു? നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം എന്നാണ്. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാണ്. എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയോടും പടച്ചതമ്പുരാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ വാക്കേതാണ്. എന്ന് പറഞ്ഞില്ല. രണ്ടുപേരും പുറത്തു പോകാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല, പടച്ചതമ്പുരാൻ പറഞ്ഞില്ല. എന്റെ സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തില് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഹിറാദൂരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കേൽപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങളോ, ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ മാനവലോകത്തോട് പറയുന്നത്, അല്ലാഹു തആല ആദം നബിയോടും ഹവ്വാ ബീവിയോട് രണ്ടുപേരും പുറത്തു പോകാൻ അല്ലാഹു പറഞ്ഞില്ല. പിന്നെ പറഞ്ഞതോ, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും പുറത്തു പോകണമെന്നാണ്. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പൊക്കിക്കൊള്ളണം. അള്ളാന്റെ പ്രഖ്യാപനം. അവിടെ എല്ലാവരും ആലോചിക്കുന്നു, രണ്ടുപേരേ ഉള്ളൂ. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, കുൽ നഹ്ബിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി, കുൽ നഹ്ബിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പുറത്തു പോയി എന്നാണ്. ഗ്രാമർ പഠിപ്പിക്കുകയൊന്നുമല്ല, അറബി എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും അറബിയൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ ഒരാൾ പറയാ അറബി കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. ഒരാൾ പറയാ ഉസ്താദ് വന്നത് ഞാൻ കണ്ടു, ഇവിടെ അല്ല വേറെ സ്ഥലത്ത്. ഞാൻ ഹൈലിൽ നിന്ന് ഒതുവെടുത്തോണ്ടിരിക്കുമ്പോൾ ഉസ്താദ് വരുന്ന കണ്ടുവെന്നാ. പാവപ്പെട്ടവര് ഹൗലെന്ന് പറയാൻ പോലും അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കാനുള്ള മനസ്സ് നമുക്കില്ല. പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ആരും കാണിക്കാറില്ല. നമ്മൾ ഇങ്ങനെ നടക്കുക മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മളെ പോലെ ഒന്നല്ല, നമ്മൾ ഇന്നലത്തെ പിള്ളേരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉലമാക്കൾ ഈ സദസ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അത്
കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും ആരാ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മനുഷ്യരാശി മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള പ്രഖ്യാപനം അല്ലാഹു നടത്തുകയാണ്. എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം. എല്ലാവരും തറവാട്ടി നാട്ടി പുറത്താക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ മക്കളെ പുറത്താക്കിയെങ്കിൽ ആ മക്കളെ പുറത്താക്കുമ്പോൾ സ്നേഹമുള്ള വാപ്പ പിന്നെ ഒരവസരത്തില് ആ വാപ്പ പറയുന്ന പൊന്നുമോനെ, നല്ലതുപോലെ ജീവിക്കാൻ നിനക്ക് തയ്യാറാണോ? മദ്യപിക്കുന്ന മകനെ പുറത്താക്കിക്കൊണ്ട് ദീനുള്ള പിതാവ് പറയുന്നു, എന്റെ പൊന്നുമോനെ, ജീവിതത്തിൽ ഞാൻ ഒരു തുള്ളി മദ്യം പോലും എന്റെ ആമാശയത്തിലേക്ക് വിട്ടിട്ടില്ല, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ലടാ. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തെങ്കിലോ നീ നിർത്തിയെന്ന് ഞാൻ ബോധ്യമാകുന്നത് വരെ നിന്നെ എന്റെ വീട്ടിൽ ഞാൻ കൂട്ടില്ല. നീ പരിപാടിയിൽ നിന്ന് പിന്മാറിയ നിന്നെ ഞാൻ സ്വീകരിക്കാമെന്ന് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞാൽ ആ മകനത് നിർത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മക്കളുടെ കാര്യമല്ല, പുരോഗമന കാലത്തെ മക്കളുടെ പലതിരിഞ്ഞ മക്കളുടെ കാര്യമല്ല. പിതാവിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ആ മക്കളുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അല്ലാഹു ആദം നബിയെയും ഹവ്വാ ബീവിയെയും മനുഷ്യരാശിയെ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തി. എന്തെന്നറിയോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദയത്തുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദയത്തും സന്മാർഗമെത്തും. ആരാ സന്മാർഗത്തെ പിൻപറ്റുന്നതോ അവരെ ഞാൻ തറവാടിലേക്ക് മടക്കിക്കൊള്ളാം, അവരെ ഞാൻ തറവാടിലേക്ക് മടക്കി വിളിച്ചുകൊള്ളാം. അല്ലാഹു തആല പറയുന്നു, എന്നിൽ നിന്ന് ഹുദ വരുന്നു. ആ ഹുദയതാ കടയിൽ കിട്ടില്ല, ആ ഹുദ ബേക്കറിയിൽ കിട്ടില്ല, ഓ ഹുദ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല. ആ ഹുദ ഏതെന്നറിയോ പെങ്ങളെ? നിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം വിളിക്കുന്ന ഭാഗ്യന്റെ നാദമുണ്ടല്ലോ, ഓ നാദം കേൾക്കുമ്പോ ഒന്നുകൊടുത്ത് നമസ്കരിക്കാൻ നിനക്ക് മനസ്സുണ്ടേ പെങ്ങളെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, എന്നിൽ നിന്ന് ഹുദ വന്നാ ഹുദയാരെ സ്വീകരിക്കുന്നു അവരെ ഞാൻ തറവാടിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ്. അള്ളാന്റെ തറവാടിലേക്ക്, നമ്മുടെ തറവാടിലേക്ക് സ്വർഗമാണ്, അവിടേക്ക് മടങ്ങിപ്പോകാൻ ഹുദയെ പിൻപറ്റുക, ഹുദയെ പിൻപറ്റുക. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിളിക്കുന്നു. എവിടേക്കാണ്? എവിടേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്? എവിടേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ആ പടച്ചതമ്പുരാനെ വിളിക്കുന്നത് എവിടേക്കാണ്? എവിടേക്കാണ് വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളാണ്, 8 വാതിലുകളാണ്. മണത്തലകിൽ ഞാൻ പറഞ്ഞു എന്റെ സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, അന്ന് ഞാൻ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, 8 വാതിലൂടെയും നിന്നെ ഞാൻ മാടി വിളിക്കാൻ കൊതിക്കുന്നു അബൂബക്കറേ എന്നാ സഹോദരിമാരെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ നിങ്ങൾക്ക് മലർക്ക് തുറന്നു തരുന്നു, ഇഷ്ടപ്പെട്ട വാതിലൂടെ നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറി പോകാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ ആ നൂറുകണക്കിന് സഹോദരിമാരെ പാരാവാരം പോലെയുള്ള സാഗരം പോലെ അലറി വിളിക്കുന്ന തിരമാലകളെ പോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ്. സമാനിയത്തു സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ്. ആ 8 വാതിലുകൾ 8 പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പടച്ചതമ്പുരാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ വാതിലേതാ? അല്ലാഹു വിളിക്കുന്നു എന്ന് പറഞ്ഞ സ്വർഗ്ഗമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്ക്. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു, നിങ്ങളെ വിളിക്കുന്നത് എവിടേക്കാണ്? ജന്നാത്തുൽ നഈമിൽ വിളിക്കുന്നെന്ന് പറഞ്ഞില്ല, ജന്നാത്തുൽ ഫിർദൗസിൽ വിളിക്കുന്നെന്ന് പറഞ്ഞില്ല, ജന്നാത്തുൽ ഖുൽദിൽ വിളിക്കുമെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എവിടേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് വിളിക്കുകയാണ്. ദാറുസ്സലാം എന്ന സ്വർഗ്ഗത്തിലേക്ക് പടച്ചതമ്പുരാൻ നിങ്ങളെ വിളിക്കുകയാണ്. ആ ദാറുസ്സലാമിലേക്കുള്ള വഴികള് അത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയല്ല. എന്റെ പ്രിയമുള്ളവരെ, രാജകീയ പാതയാണ്, രാജകീയ പാതയാണ്. പട്ട് വിരിച്ച പരവതാനി വിരിച്ച സ്വർഗ്ഗത്തിലേക്കുള്ള രാജപാതയിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിച്ചിട്ട് ആ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു
അല്ലാഹു ദാറുസ്സലാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു പേര് പറഞ്ഞത്? ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ എന്താ? സ്വർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞില്ല. ജന്നാത്തുൽ നഈമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞില്ല. ജന്നാത്തുൽ ഖുൽദിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞ വാക്ക് ദാറുസ്സലാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു.